ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരിക്കുന്നു. ലീഡ്സിൽ വെച്ച് നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചിട്ടുള്ളത്. ആദ്യ ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 471 റൺസാണ് ഇന്ത്യ എടുത്തത്. അതേസമയം ഇംഗ്ലണ്ട് മറുപടി ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 465 റൺസാണ് എടുത്തത്. ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിംഗ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 364 റൺസാണ് ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വാലറ്റ് നിരക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ഇന്ത്യക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതേസമയം ഇംഗ്ലണ്ട് 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ബെൻ ഡക്കറ്റിന്റെ ഒരു സെഞ്ചുറി എടുത്തു പറയേണ്ടതാണ്. 149 റൺസായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. പിന്നീട് ബെൻ സ്റ്റോക്സും ജാമി സ്മിത്തും ഒക്കെ തിളങ്ങി, ജോ റൂട്ട് തിളങ്ങി. അങ്ങനെയാണ് അവരിപ്പോൾ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 148 വർഷത്തിനിടയിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തോൽവി പിറക്കുന്നത്. അതായത് 2 ഇന്നിങ്സുകളിലുമായി 5 വ്യക്തിഗത സെഞ്ചുറികളാണ് ഇന്ത്യ നേടിയിരുന്നത്. നമുക്കറിയാം, ഋഷഭ് പന്ത് 2 സെഞ്ചുറികൾ നേടി. അതുപോലെ തന്നെ രാഹുലിന്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു, ഗില്ലിന്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു, ജയ്സോളിന്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു. അങ്ങനെ 5 വ്യക്തിഗത സെഞ്ചുറികൾ പിറന്നിട്ടും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ്, 148 വർഷത്തിനിടയിൽ ആദ്യമായിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തോൽവിയാണ് ഇപ്പോൾ ലീഡ്സിൽ ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.